എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടേ. അപ്പം അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അതുപോലെ തന്നെ ബെല്ലൈക്കണമെന്ന് അമർത്തുവാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ കിട്ടും. അപ്പോഴത്തെ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതുപോലെ രാവിലെ അടുക്കളയിൽ വന്നതിന് ശേഷം തന്നെ കഞ്ഞി ഞാൻ തിളപ്പിച്ച് വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വൈകുന്നേരം തന്നെ ചോറ് വെച്ച് വെക്കും. പിന്നെ രാവിലെ ഒന്നുകൂടെ തിളപ്പിച്ച് വാർക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചോറിന് ഇച്ചിരി പശയുള്ള അരിയാണേ. അപ്പോൾ അതൊന്ന് ഒരു കൊഴുപ്പ് പോലെ വെള്ളം കിട്ടിയ പോലെ ഇരിക്കും. അതുകൊണ്ട് 2 പ്രാവശ്യം തിളപ്പിച്ച് വാർക്കുമ്പോൾ അത് റെഡിയാകും. അങ്ങനെ ചെയ്യുവാണേ. പിന്നെ ഞാനത് ചീര വാങ്ങിച്ചത് ഫ്രിഡ്ജിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. അതൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാൻ കട്ടനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുടിച്ചു. ഇടയ്ക്ക് ഞാൻ കഞ്ഞി നോക്കുന്നുണ്ടായിരുന്നു. കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു. വെന്തതായതുകൊണ്ടൊന്ന് തിളപ്പിച്ച് വാർത്താൽ മതിയായിരുന്നല്ലോ. അതിനുശേഷം വേണ്ടത് വൻപയർ കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വൻപയറും ചേനയും കൂടെ നമുക്കിന്ന് എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ച്. എന്നും കറി ഉണ്ടാക്കുന്ന കാര്യത്തിലാണ് ഇവിടെ ഭയങ്കര കൺഫ്യൂഷന്. 3 പേരും കൂട്ടുന്ന കറി ഉണ്ടാക്കിയില്ലെങ്കിൽ സെപ്പറേറ്റ് അവന് ഉണ്ടാക്കണം. അവന് മിക്ക പച്ചക്കറികളും കൂട്ടത്തിൽ, ചീരയൊന്നും കൂട്ടത്തില്ല. അത് കാരണം വലിയ ബുദ്ധിമുട്ടാണ് കറി ഉണ്ടാക്കുന്ന കാര്യത്തിൽ. ചേട്ടന് ഞാൻ എന്ത് വേണേലും കൂട്ടും. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പ്രശ്നമാണ്. അവന് ഇഷ്ടപ്പെട്ട കറികളും ഉണ്ടെങ്കിൽ മാത്രമേ അവന് ഫുഡ് കഴിക്കത്തുള്ളൂ. അങ്ങനെ അവനല്ലെങ്കിൽ സെപ്പറേറ്റ് അത് ആയിട്ട് വെക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പോൾ ചീര അവൻ കൂട്ടത്തില്ല. പക്ഷേ ചീര എനിക്കും ചേട്ടന് ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് ചീര വാങ്ങിയതാണ്. അപ്പോൾ 2 ദിവസമായി വാങ്ങിച്ച് വെച്ചിട്ട് ഇച്ചിരി ഒരു വാട്ടം പോലെയുണ്ട്. എന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് പ്ലാസ്റ്റിക് കവറിനകത്ത് കെട്ടി വെക്കാനായിട്ട് മറന്ന് തുറന്ന് കിടക്കുമായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചൊന്ന് വാടിപ്പോയിട്ടുണ്ട്. എന്നാലും കളയാൻ പറ്റത്തില്ല. ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ. അപ്പം തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ചേന തേണ്ട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ചേനയൊന്ന് അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലപ്പോഴും ഞാൻ ചേന അരിയുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേന അരിയുമ്പോൾ മിക്കവർക്കും ചൊറിയും കൈ. എനിക്ക് പ്രത്യേകിച്ചും ചേന തൊട്ട് കഴിയുമ്പോൾ തന്നെ കൈ ചൊറിയാൻ തുടങ്ങും. അതുകൊണ്ട് പ്ലാസ്റ്റിക് കവറൊന്നും ഇടാറില്ല. ഞാനിങ്ങനെ വെള്ളം തൊടാതെ തന്നെ ഇത് മുറിച്ചിട്ട് അതിൻ്റെ പുറത്ത് തൊലി ചെത്തിക്കളഞ്ഞിട്ട് പുറമേ ഒന്ന് കഴുകിയെടുക്കത്തേ ഉള്ളൂ. അകം കഴുകിയെടുക്കത്തില്ല. പുറമേ ആ മണ്ണും ചെളിയെല്ലാം മൊത്തത്തിലൊന്ന് കഴുകിക്കളഞ്ഞതിന് ശേഷം അങ്ങ് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടിപ്പോൾ നമ്മുടെ ചേന മുഴുവൻ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഒരു 2-3 പച്ചമുളക് കൂടെ നെടുകെ കീറി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 3-4 നമുക്ക് അരയ്ക്കുമ്പോൾ എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടെ അരച്ചും കൂടെ ചേർക്കാം. അപ്പോൾ ഇങ്ങനെയും കൂടി ഇടുമ്പോഴത്തേന് നമുക്ക് എരിവ് കിട്ടും. അപ്പോൾ അത് അരിഞ്ഞ് മാറ്റിയതിന് ശേഷം വേണ്ട നമ്മളുടെ ചീരയും കൂടെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. 2 കൂടെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. 2നും അരച്ചെടുക്കണമല്ലോ. ചീരയ്ക്കൊന്ന് ജീരകവും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ നമ്മുടെ എരിശ്ശേരിക്ക് ഒന്നുകൂടെ അത് ഒതുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് അരിഞ്ഞെടുക്കണം. ഇതേ രീതിയിൽ തന്നെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോഴത്തേന് അത് 2 അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പയറിപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പയറെടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് കഴിഞ്ഞ ദിവസം ഫാമിൽ പോയപ്പം പപ്പായ മേടിച്ചുകൊണ്ടല്ലോ, അതുകൊണ്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് അത് ഞാനൊന്ന് കുറച്ച് അതിനകത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കപ്പളങ്ങായും പയറും കൂടെ തോരൻ വെച്ചാൽ ഇവിടെ ചേട്ടനും എനിക്കും രാഹുലിനും അതൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് ശേഷം വേണ്ട നമ്മളിപ്പം ഇതിലേക്ക് നമ്മുടെ ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 വിസിലടിപ്പിച്ചിട്ട് വെന്ത് വരുമ്പോൾ നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചേന എരിശ്ശേരി ഇവിടെ റെഡിയായി കിട്ടുവേ. ഇപ്പോൾ ചേനരിശ്ശേരിക്കുള്ള അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമ്മൾ വേണ്ട ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് കടുക് താളിച്ച് വെച്ചാൽ മതി. തേങ്ങയൊന്നും വറുത്ത് ഞാൻ ചേർക്കുന്നില്ല. എളുപ്പം ഉണ്ടാക്കുമ്പോഴത്തേന് ഇനി തേങ്ങയൊക്കെ വറുക്കാൻ നിന്നാൽ രാവിലെ ടൈമില്ല. സമയമെടുത്ത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പെട്ടെന്നുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രാവിലെ പൊതിയും കൊണ്ട് പോക്ക് നടക്കത്തില്ല. രാവിലെ 6:30 റെഡി ആവണമല്ലോ എല്ലാ കാര്യങ്ങളും. അത് കാരണം ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെ ടേസ്റ്റിലും അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലല്ലോ.
ചില ദിവസത്തെ സമയത്തിൻ്റെ ഇതുപോലെ ഇരിക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ. ഉപ്പ് കുറവായിരുന്നു, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇനി കടുകും കൂടെ താളിച്ചൊഴിച്ചിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് തോരനുള്ളതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ തോരനും അതുപോലെ തന്നെ നമ്മളുടെ എരിശ്ശേരിയും റെഡിയാകും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ നമ്മുടെ കറി ഇപ്പോഴത്തേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനവിടെ കടുക് വറുത്തതിന് ശേഷം നമ്മുടെ തോരനുള്ളത് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ഈ 6:30 ആകുമ്പോഴത്തേന് ചോറും എല്ലാം എടുത്ത് വെക്കണം. അതുപോലെ തന്നെ അവർക്ക് കട്ടൻ കൊടുക്കണം. അതുപോലെ നമ്മൾ പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കണം. ചേട്ടന് കഞ്ഞിയാണെങ്കിൽ അതെടുത്ത് വെക്കണം. 100 നിന്നാലാണ് രാവിലത്തെ പണികൾ തീരുന്നത്. രാവിലത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം ഫ്രീ ആണല്ലോ, നമുക്ക് പിന്നെ പ്രശ്നമില്ല. പിന്നെ തൂത്തുവാരും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ ചെയ്തെടുത്താൽ മതിയല്ലോ. ഈ രാവിലെ ഒരു 4 മണി തൊട്ട് നമുക്ക് ഒരു 6:30-7 മണി വരെ നല്ല തകൃതിയായിട്ടുള്ള പണിയാണ്. അപ്പം അതിനിടയ്ക്ക് നമുക്ക് ഒന്നിനും സമയമില്ല. 2 പേരെയും വിളിച്ചൊരുക്കിയൊക്കെ വിടുന്നത് തന്നെ വലിയൊരു പാട് തന്നെയാണ്. പിന്നെ ഫ്രീ ആയിട്ടിരിക്കുക. അതുകൊണ്ട് ആ സമയത്ത് ജോലി വലിയ കാര്യമായിട്ട് ഞാൻ എടുക്കാറില്ല. കാരണം നമുക്ക് എല്ലാം മിക്കതും ഞാൻ തലേദിവസമൊക്കെ കഴിവതും എല്ലാം അടുപ്പിച്ച് വെക്കാൻ നോക്കും. ചില ദിവസങ്ങളിൽ മടി പിടിക്കും. എല്ലാ ദിവസവും നമുക്ക് ഒരുപോലെയല്ലല്ലോ. ചില ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ മാത്രം ഞാൻ രാവിലെ, ചില ദിവസം വൈകിട്ട് പാത്രം പോലും കഴുകാൻ എനിക്ക് മടിയാണ്. അങ്ങനത്തെ ചില ദിവസങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ അങ്ങനെ ഇട്ടേക്കും. സത്യത്തിൽ അങ്ങനെ ഇടുന്നത് നമുക്ക് നല്ലതല്ല. അടുക്കള എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം, അത് വേറെ കാര്യം. പക്ഷേ ചില ദിവസത്തെ നമ്മളുടെ മൂഡ് പോലെ ഇരിക്കും ജോലി ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ എരിശ്ശേരിക്ക് കടുക് വറുത്തൊഴിച്ചു. അതിന് ശേഷം തന്നെ നമ്മുടെ തോരനുള്ളതും കൂടെ കടുക് വറുത്തിട്ടുണ്ട്. ഇനി ചീരയും കൂടി ഇട്ട് ഒന്ന് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ തോരൻ റെഡിയായി കിട്ടും. പിന്നെ ഇന്ന് ഞാനോർത്ത് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പഴവിരിപ്പുണ്ടായിരുന്നു. അപ്പം ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അരിപ്പുട്ട് കഴിക്കും, എന്നാലും ഗോതമ്പൂട്ടിനോടാണ് രാഹുലിനും എനിക്കും കൂടുതൽ ഇഷ്ടം. ഗോതമ്പോ അല്ലെ മൈദ കൊണ്ടുണ്ടാക്കുന്ന പുട്ടാണെങ്കിലും ഇവിടെ ഇഷ്ടമാണ്. രാഹുലിനും എനിക്കും ഇഷ്ടമാണ്. ചേട്ടൻ പിന്നെ പുട്ടും കാര്യങ്ങളൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഉള്ളത് ഉണ്ടാക്കിയാൽ മതി. അതുകൊണ്ട് എന്നൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കത്തില്ല. ചില ദിവസങ്ങളിലൊക്കെ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമില്ല ഇവിടെ. പിന്നെ ചായ ഡെയിലി എനിക്ക് രാഹുലിന് നിർബന്ധമാണ് രാവിലെ കുടിക്കാനായിട്ട്. അപ്പോൾ അതെന്താണേലും പാല് വാങ്ങിക്കും, അത് വെക്കും. ചേട്ടന് അതും കുടിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ ചേട്ടനെ സംബന്ധിച്ച് ചേട്ടന് ചോറാണ് മുഖ്യം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓർത്തൊരു മുട്ടയും കൂടെ പൊരിക്കാൻ ഓർത്തു. അപ്പോൾ അതും അരിഞ്ഞ് എല്ലാം കലക്കി തേങ്ങായും ഉള്ളിയും, തേങ്ങ ഇട്ടാണ് ഞാൻ മുട്ട പൊരിക്കാറ്. തേങ്ങായും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതേണ്ടേ നമ്മളുടെ പുട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എനിക്ക് രാവിലെ ഇത്രയും ഒരു കുറ്റി മതി. അവനൊരു കഷ്ണേ തിന്നത്തുള്ളൂ, ബാക്കി ഞാനാണ് കഴിക്കുന്നത്. അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഒരു ശകലം മതി. ഒരു ഇഡലി ഉണ്ടാക്കിയാലും ഒരു 2 എണ്ണം, അല്ലെങ്കിൽ ദോശയാണെങ്കിലും 1 എണ്ണം, അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. എന്താണെങ്കിലും അവൻ കുറച്ച് മതി, ചായയും കൂടെ കുടിക്കുന്നതുകൊണ്ടേ. അതുകൊണ്ട് ഇത്രയും മതി. അപ്പോൾ ഇതിന് പഴവും ഉണ്ട്. അപ്പം പുട്ടുകുറ്റിക്കകത്തൊന്നും കുത്തിയിട്ട് അങ്ങോട്ട് പോരുന്നില്ല. പാളയംകുടമ്പഴം ചില സമയത്തൊക്കെ കിട്ടത്തുള്ളൂ. ഞാണിപ്പൂവൻ എപ്പോഴും കിട്ടുന്നതാണ്. അതും ഏത്തപ്പഴവും കിട്ടും. അത് കാരണം ഞാൻ ഞാണിപ്പൂവൻ വാങ്ങിച്ചു വെച്ചതാണ്. എനിക്കിഷ്ടമാണ് ഞാണിപ്പൂവൻ വെറുതെ കഴിക്കാനായിട്ടാണെങ്കിലും. അപ്പോൾ അതും എടുത്തു വെച്ചു. വേണ്ട നമ്മുടെ കറികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. ചോറും എടുത്തു വെച്ചു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ട് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം ഇതുപോലുള്ള ചെറിയ വ്ളോഗ്സും കുക്കിംഗ്